ഓണറിന് കിട്ടുന്ന റേഞ്ച് സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഈ വണ്ടിയുടെ ഒരു മെയിൻ നെഗറ്റീവാണ്. 125 IDC പറഞ്ഞ വണ്ടിക്ക് 100 കിട്ടുന്നുള്ളൂ. എന്നാൽ കുറച്ച് പേര് സർവീസ് സെന്ററിനെ കുറിച്ച് കുറച്ച് ബാഡ് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഏതർ റിസ്റ്റയുടെ ഒരു യൂസർ റിവ്യൂ വീഡിയോയിലേക്കാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊന്നുമല്ല, ഒരു വണ്ടി എടുക്കാൻ പോണ യൂസർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് അടുത്തായിട്ട് വണ്ടിയുടെ ബേസിക് ഫീച്ചേഴ്സിൽ നിന്ന് തുടങ്ങാം. ഈ റിസ്റ്റ എന്ന് പറയുമ്പോൾ 3 വേരിയന്റ് ആണ് വരുന്നത്. റിസ്റ്റ എസ് 2.9 കിലോ വാട്ട്, റിസ്റ്റ സെഡ് 2.9 കിലോ വാട്ട്, റിസ്റ്റ സെഡിൽ തന്നെ 3.7 കിലോ വാട്ടിലാണ് 3 വേരിയന്റ് ആണ് വരുന്നത്. വണ്ടിയുടെ വരുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ 2.9 സെഡ് ആണ് വരുന്നത്. ഇതിൽ പറയണ IDC റേഞ്ച് എന്ന് പറഞ്ഞാൽ 123 ആണ്. പക്ഷെ ഇതിന് ഓണറിന് കിട്ടുന്ന റേഞ്ച് 100 കിലോമീറ്റർ ആണ്. പിന്നീട് വരുന്നത് റിസ്റ്റ സെഡ് ആണ്. അത് 3.7 കിലോ വാട്ടാണ്. അത് ക്ലെയിംഡ് റേഞ്ച് 159 ആണ്. അതിന് ഓണേഴ്സ് കിട്ടുന്ന റേഞ്ച് പറയുന്നത് 125 ആണ്. ഈ വണ്ടിക്ക് വരുന്നത് ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. പക്ഷെ നോർമൽ റിസ്റ്റ എസിന് വരുന്നത് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ അല്ല, നോർമൽ ഒരു TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് 56 ലിറ്റർ ആണ്. ഇതിൽ സുഖമായിട്ട് 2 ഹെൽമെറ്റ് വെക്കാവുന്നതാണ്. ഇതിന്റെ ചാർജർ വരുന്നത് ഒരു കോമ്പാക്ട് സൈസ് ആണ്. അത് കാരണം നമുക്ക് വണ്ടിയിൽ കീപ്പ് ചെയ്യാൻ ഈസിയാണ്. വണ്ടിയുടെ ബ്രേക്ക് വരുന്നത് ഫ്രണ്ട് ഡിസ്കും ബാക്കിൽ ഡ്രമ്മാണ്. അത് ഈ വണ്ടിയുടെ ഒരു മെയിൻ നെഗറ്റീവാണ്. ഫുൾ ചാർജ് എടുക്കുന്ന സമയം ഒരു 7 to 8 hours ആണ്. നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു ഷോർട്സും വീഡിയോസും ഒക്കെ ഇട്ടുണ്ടായി. വണ്ടിക്ക് എത്ര റേഞ്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്താ വണ്ടിനെ കുറിച്ച് പോസിറ്റീവ്സോ നെഗറ്റീവ്സോ പറയാനുള്ളത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ടായി. അപ്പൊ അതിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകളാണ് നമ്മളിപ്പോ റിയാക്ട് ചെയ്യാൻ പോണത്. എല്ലാരും ചോദിക്കുന്നത് എത്ര കിലോമീറ്റർ കിട്ടുന്നതാണ്. അപ്പോ റിയൽ ടൈം റേഞ്ച് കിട്ടുന്നത് എല്ലാവർക്കും ഒരു 100 കിലോമീറ്റർ ആണ്. അത് 2.9 കിലോ വാട്ട് ഉള്ള വേരിയന്റിനാണ് ഈ 100 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത്. ഈ 3.7 കിലോ വാട്ട് ഹവർ വരുന്ന ബാറ്ററി പാക്കിന് ഒരു 125 ആണ് കിട്ടുന്നത്. പിന്നെ അടിയിൽ വന്നൊരു കമന്റ് 125 IDC പറഞ്ഞ വണ്ടിക്ക് 100 കിട്ടുന്നുള്ളൂ. അത് തന്നെയാണ് 2.9 കിലോ വാട്ട് ഉള്ള റേഞ്ച് ഉള്ള വണ്ടിക്കാണ് 100 കിട്ടുന്നത്. പിന്നീട് ചോദിച്ചേക്കണ ചോദ്യം എന്ന് പറഞ്ഞാൽ വാറന്റി ആണ്. ഇതിന്റെ വാറന്റി പറയുന്നത് 8 years അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ ആണ്. പിന്നെ അതിന്റെ അടിയിൽ കമന്റ് വന്നേക്കുന്നത് ഇതിന്റെ ബാറ്ററി പോയാൽ പുതിയ ഒരെണ്ണം മേടിക്കാൻ എത്ര ആവുന്നത്. അതിന്റെ കറക്റ്റ് ഉത്തരം അറിയില്ല. എസ്റ്റിമേറ്റ് ഒരു 35 to 50 ഇടയിലാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതായി വന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് എക്കോ മോഡിൽ വലിവ് കുറവാണ്, അത് കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ബ്രോ? അത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാരണം വെച്ചാൽ മാക്സിമം റേഞ്ച് കിട്ടാൻ. പ്രോന് റേഞ്ച് കൂടുതൽ റേഞ്ച് അല്ല, പവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സിപ്പ് മോഡിൽ ഇട്ടിട്ട് പെർഫോമൻസ് കൂട്ടാം. പക്ഷെ മെയിനായിട്ട് ഇവർ ഈ എക്കോ മോഡ് യൂസ് ചെയ്യുന്നത് മാക്സിമം റേഞ്ച് കിട്ടാനുള്ള സ്കീമിലാണ്. അടുത്തായി വന്നിരിക്കുന്ന ചോദ്യം ഈസി ടച്ച് സ്ക്രീൻ ആണ്. ഈ ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സെഡ് വേരിയന്റിൽ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. പക്ഷെ എസ് വേരിയന്റിൽ നോർമൽ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിന് ടച്ചും കാര്യങ്ങളൊന്നും വർക്കാവുന്നതല്ല. അടുത്തായി വന്നിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് സർവീസ് സെന്ററിനെ കുറിച്ച് കുറച്ച് ബാഡ് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. കോമൺലി ഏതറിന് അധികം നെഗറ്റീവ് കമന്റ്സ് വരാറില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, കുറച്ച് പേര് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇത് വന്നൊരു കമന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ടയർ ഒരുവിധം എല്ലാ വണ്ടിയുടെയും 1 സൈഡ് ചെത്തി ചെയ്യുന്നുണ്ട്. പിന്നെ വീൽ ബെൽറ്റ് വളരെ പെട്ടെന്ന് പൊട്ടിപ്പോയി, ഒരു 12,500 കിലോമീറ്ററിൽ പൊട്ടിപ്പോയി എന്നാണ് ആള് പറയുന്നത്. എന്നാലും റിസ്റ്റ കുഴപ്പമില്ല എന്നാണ് ആള് കമന്റ് ഇട്ടേക്കുന്നത്. അടുത്തായി വന്നേക്കുന്ന ചോദ്യം ഏത് റിസ്റ്റയുടെ സർവീസ് കോസ്റ്റ് ആണ്. സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 750 ഒക്കെയാണ് റെഗുലർലി വരാറ്. പിന്നെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു 350 ഒക്കെ ഒരു എക്സ്ട്രാ വരും. അടുത്തായി വന്ന കമന്റ് എന്ന് പറഞ്ഞാൽ ഏതർ 450X ആണോ ഏതർ റിസ്റ്റ ആണോ ബെറ്റർ എന്നാണ് ചോദിച്ചേക്കണേ. നിങ്ങളെ പർപ്പസ് അനുസരിച്ചിരിക്കും ഏത് വണ്ടി എടുക്കണേ. നിങ്ങളൊരു
പേഴ്സണൽ യൂസ് ആണ് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 450 എക്സിലേക്ക് തന്നെ പോവാം. അത് ഇത്തിരി സ്പോർട്ടിയാണ്, പിന്നെ റേഞ്ച് കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ഫാമിലി യൂസ് ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റിസ്റ്റ് തന്നെയാണ് ബെറ്റർ. ബാക്ക് സീറ്റ് കംഫർട്ട് ആയാലും യൂട്ടിലിറ്റി ആംഗിളിൽ നോക്കുകയാണെങ്കിലും ഏതർ റിസ്റ്റ് തന്നെയാണ് ബെറ്റർ ആയിട്ട് നിൽക്കണം. പിന്നെ വീഡിയോയിൽ വന്നിരിക്കുന്ന കുറച്ച് ഫണ്ണി കമന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രോ കമന്റ് ചെയ്ത് വെക്കുന്നത് ആൾക്കൊരു 400 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. ഏതറിനെ പറയുന്നത് അവർക്ക് 153 ആണ് മാക്സിമം കിട്ടുന്ന അവരെ IDC വാല്യൂ. പക്ഷെ ആള് പറയുന്നത് ആൾക്ക് 400 കിട്ടുന്നുണ്ട്. ആളെ വണ്ടി ഒന്ന് എന്തായാലും ഏതർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നീട് വേറെ ഒരാൾ പറഞ്ഞേക്കുന്നത് ഇതിന്റെ ലുക്കിനൊരു നെഗറ്റീവ് പറയുന്നത് വെച്ചാൽ ഇതൊരു യൂറോപ്യൻ ക്ലോസറ്റ് എന്നാണ് ഇതിനെ ആള് കമന്റ് ഇട്ടേക്കണത്. അപ്പോൾ വണ്ടിയുടെ ഓവറോൾ നോക്കുമ്പോൾ വണ്ടി അത്യാവശ്യം ഒരു ഫാമിലിക്ക് പറ്റിയൊരു അടിപൊളി വണ്ടി തന്നെയാണ്. ഗ്രാജുവലി ആണ് വണ്ടിയുടെ പവർ. അപ്പോൾ നമ്മളൊരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഏതർ റിസ്റ്റയിലേക്ക് പോവാം. പിന്നീട് ഇതിന്റെ മെയിനായിട്ട് കോമ്പറ്റീഷൻ വരുന്നത് റിവറാണ്. പിന്നെ വരുന്നത് iQube ആണ്. റിവറിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തുള്ള കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. റിസ്റ്റ എസിന്റെ പ്രൈസ് വരുന്നത് 1,21,000 ആണ്. റിസ്റ്റ സെഡ് ടോപ്പ് വേരിയന്റ് പൈസ വരുന്നത് 1,58,000 ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നീട് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നീട് അടുത്തടുത്ത കണ്ടന്റ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.